ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും നേരത്തെ കൊടുക്കുക മാറ്റിയൊരുങ്ങി പോകണമെന്നല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അത് മാറ്റിയൊരുങ്ങി നിൽക്കുന്ന സമയം എപ്പോഴാണെന്ന് അറിയാം, രാവിലെ 5:30 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 4 മണിക്കൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് കടയിൽ നിന്ന് കൊടുന്നച്ചാണ് കേട്ടോ, രാത്രി കൊടുന്നച്ചാണ് ചപ്പാത്തി പൊറോട്ട, പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. കറി ഞാൻ ഇന്നലെ രാത്രി മെത്തൽ നന്നാക്കി വെച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, എടുത്ത് മുളക് കറിയും വെച്ചിട്ടോ. അപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ തന്നെ നമുക്ക് നേരം പോകും. പോകേണ്ട സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ കടിയും ഇതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് നേരമാവും. അപ്പോൾ പോകണ സ്ഥലമൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ബസ്സിൽ ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ നീച്ച് നോക്കുമ്പോൾ നല്ല വെയിലെന്ന് പറഞ്ഞു, മഴ ചെയ്തിട്ടോ. മഴയായിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടോ വീട്ടിൽ നിന്ന് പോകാനായിട്ട്. അപ്പോൾ വണ്ടി കിട്ടാനും ബുദ്ധിമുട്ടി ഞങ്ങൾ 2-3 ബസ്സൊക്കെ കയറിയിട്ടാട്ടോ അവിടെ എത്തുന്നത്. ഇപ്പം നമ്മളെത്തിയത് ഇതാ നിലമ്പൂരുള്ള സബർമതി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ, പൂക്കോട്ടുപാടം സബർമതി ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മ നമ്മളെ WCCൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് സോങ് ആണ്. അപ്പോൾ ഒരുപാട് നേരം മൊമെൻറ്റോ കൊടുക്കലും പാട്ടും പരിപാടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു 12:30 ഒക്കെ ആയപ്പോൾ ഒരു വിശപ്പിട്ടു. അപ്പോൾ മോൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി മന്തി, അതുപോലെ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഭക്ഷണങ്ങളായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് മാത്രമായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഓരോ സോങ്ങും ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ അതിൽ മ്യൂസിക്കും ഇതൊക്കെ ആഡായ കാരണം തന്നെ നമുക്ക് കോപ്പി റൈറ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്നും പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് മൊമെൻറ്റോ കൊടുക്കലും പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നല്ല നല്ല ഗായകന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെ പാട്ട് once again. അങ്ങനെ നമുക്കുള്ള മൊമെൻ്റ് കിട്ടിട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. 300 ആൾക്കുള്ള മൊമെൻ്റൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിൽ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് അടിപൊളി പരിപാടി. അപ്പോൾ നമ്മളെ മൊമെൻ്റൊക്കെ ഒരു 4 മണിക്ക് മുമ്പായിട്ട് കിട്ടിയിരിക്കുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നല്ല പൊരിക്കടിയും നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുടി കഴിഞ്ഞതിന് ശേഷം ഇതാഞ്ഞ് പോവുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സബർമതി ഓഡിറ്റോറിയം ഉണ്ടല്ലോ, വലിയ ഓഡിറ്റോറിയമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സ്റ്റേജും അതിനുള്ള ഷീറ്റുകളും ഒരുപാട് പേർക്ക് ഇരിക്കട്ടെ. ഇവിടെ പാർക്കിംഗ് ആണെങ്കിൽ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റോറിയത്തൊക്കെ ആദ്യമായിട്ട് വരികയാണ്. അപ്പം നിലമ്പൂർ പൂക്കോട്ടുപാടം സബർമതി ഓഡിറ്റോറിയമാണ് കേട്ടത്. അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് നമുക്ക് 2 കവറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയതിൻ്റെ ശേഷം അതൊക്കെ കാണിക്കട്ടോ. അപ്പോൾ നല്ല അടിപൊളി സാധനങ്ങളാണ് അതിനുള്ളത്. അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടോ. ഈ ഫോണിലൂടെ ഇങ്ങനെ കണ്ടിട്ടുള്ള പരിചയമല്ല. അപ്പോൾ അവരൊക്കെ നേരിട്ട് ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ല. അപ്പോൾ നമ്മൾ ചെറിയതായി നമ്മളൊക്കെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പോകാൻ കഴിഞ്ഞതിൽ കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ കയറി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ രാത്രി 9:30 മണിയായിരിക്കണം കേട്ടോ. രാവിലെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് 2-3 ബസ് കയറിയിട്ടാണ് കണ്ടെത്താൻ. അപ്പോൾ നേരത്തെ ആയതുകൊണ്ട് പിന്നെ വല്ല പ്രശ്നമൊന്നും ഇല്ലാതെ കണ്ട് വന്ന് മേലകലൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കിട്ടിയ സാധനമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതിലുള്ളതൊക്കെ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടിയിരിക്കണത് എന്താണെന്നറിയാം, പിന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യണ ഒരു മസാല ഉണ്ടല്ലോ അതുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ബോക്സിൽ എന്താണെന്ന് പറയുക, നല്ലൊരു കപ്പ് കേട്ടോ, നല്ല സെറാമിക്കിൻ്റെ കപ്പ് ഉണ്ടല്ലോ, നല്ല കനണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു കപ്പ് കേട്ടോ. ഒക്കെ ഇഷ്ടമായി. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത് എസാ നാച്ചുറൽ എന്ന് പറഞ്ഞ പേജാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ മുടിക്കുള്ള ഹെയർ ഓയിലാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇത്.